വെൽക്കം ടു ജെറാനാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നൊരു സാൻഡ്വിച്ചാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് തവയിൽ ഈ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ബ്രെഡൊന്നും വലുതായിട്ട് തൊടാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയും ക്യാരറ്റും പച്ചമുളകും ഉള്ളിയും ചീസും ഒക്കെ. പിന്നെ വേണ്ടത് കുറച്ച് ചാട്ട് മസാലയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ ബട്ടർ, തേയ്ക്കാനായിട്ട് ബട്ടർ, പിന്നെ ഉപ്പ്. ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. പക്ഷേ ഞാനത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുമ്പോഴും തവയിൽ ചെയ്യുമ്പോഴും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്രിസ്പി ആയിട്ടും നല്ല അമങ്ങി ഒക്കെ ഇരുന്നിട്ട് അത് നല്ല പ്രസ്സായി ഇരുന്നിട്ട് നമുക്ക് നല്ലൊരു ഒരു ക്രഞ്ചി ഫീൽ കിട്ടാറുണ്ട് സാൻഡ്വിച്ചിന്. പക്ഷേ തവയിലെടുക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടാറില്ല. കാരണം നമ്മൾ എത്ര ചട്ടുകം വെച്ചിട്ടൊക്കെ നല്ല അമർത്തിയൊക്കെ ചെയ്താലും അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ വരാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തവയിൽ നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതൊക്കെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. പെപ്പർ പൗഡറും സോൾട്ടും ചാട്ട് മസാലയും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിൽ മയോണൈസ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മയോണൈസിൻ്റെ ടേസ്റ്റും കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും മയോണൈസ് ഇഷ്ടമാവും. പക്ഷെ ഞാനിപ്പം ഇതിൽ മയോണൈസ് എടുക്കുന്നില്ല, ചീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. ഗ്രേറ്റഡ് ചീസ് അല്ലാതെ മറ്റേ ഷീറ്റുള്ള ചീസും വെച്ച് കൊടുക്കാം. ഏതെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇനി ഞാനും ഇതിനകത്ത് ചീസും കൂടി ചേർത്തിട്ട് ഈ ഒരു മിക്സ് തയ്യാറാക്കി വയ്ക്കാൻ പോവുകയാണ്. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ 4 മണിക്കുള്ള സ്നാക്കായിട്ടോ അല്ലെങ്കിൽ 11 മണിക്കൊരു ഇടനേരത്ത് കഴിക്കാനുള്ളത് ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് ഈ സാൻഡ്വിച്ച് കഴിക്കാം. സാൻഡ്വിച്ച് അല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ജ്യൂസും കൂടെ വെച്ചിട്ട് അങ്ങ് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു നേരത്തെ ഫുഡ് അത് അങ്ങനെ അങ്ങ് നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് ഇനി ബ്രെഡിൽ നിറച്ച് വെച്ച് കൊടുക്കുക. ഈ ഫില്ലിങ് വളരെ എളുപ്പം കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അത് ഇപ്പം സാൻഡ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ സാൻഡ്വിച്ച് മേക്കർ ഇല്ലാതെ തന്നെ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുന്ന പോലത്തെ ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച്. അതാണ് ഇവിടെ ഞാനിതിൽ ഞാൻ മിക്കവാറും ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യാറുണ്ട്, പക്ഷേ അതൊക്കെ എടുത്ത് വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളൊരു മടി കാരണം മിക്കവാറും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോണൈസ് ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. മയോണൈസ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തവ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. സോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മുടെ ഈ മിക്സിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ബട്ടർ വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടറൊന്നും വെക്കണ്ട. നമ്മൾ ഇനി ആണ് അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നത്. നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് ഒരു വെയിറ്റും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഇതൊന്ന് അമർന്ന് അങ്ങിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു തവയിൽ ഇതിലൊരു ഗ്യാപ്പും ഇല്ലാതെ നമുക്കിത് ക്രിസ്പി ആയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് ക്രിസ്പിയായി അടിഭാഗം ക്രിസ്പി ആയിട്ട് വരാനായിട്ട്. ഒരു സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ വലിയ ഫ്ലെയിമൊന്നും വെച്ച് കൊടുക്കണ്ട. ഇനി നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ചട്ടുകമൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് അമർത്തി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഭാഗത്ത് കുറച്ചുകൂടെ ഒരു ബട്ടർ വേണമെങ്കിൽ തേച്ച് കൊടുക്കുക. എന്നാലേ ഒരു അല്പം കൂടെ ക്രിസ്പിയും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്താൽ മതി. ഒരു പ്ലേറ്റ് അങ്ങ് എൻ്റെ മുകളിൽ കമത്തി വെച്ചിട്ട് വീണ്ടും ആ വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 4 മിനിറ്റൊക്കെ മതിയാവും. സിം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. വെറും 10 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. കൊച്ചു കുട്ടികൾക്ക് പോലും കൈയൊന്നും പൊള്ളാതെയൊക്കെ അത്രയും സ്റ്റേജിലൊക്കെ സൂക്ഷിക്കാനുള്ള പിള്ളേർ, ആ സ്റ്റേജിലൊക്കെ ആയിട്ടുള്ള പിള്ളേർക്കാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്.
അപ്പോൾ അമ്മമാർ വീട്ടിലില്ലെങ്കിലും കുട്ടികൾക്ക് ഇതൊക്കെ ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അടുത്ത സൈഡും നല്ല ക്രിസ്പി. ഇതിപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ക്രിസ്പിയാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് ക്രിസ്പിയാണിത്. നല്ലതായിട്ട് അതിനകത്ത് ഫില്ലിങ്ങൊക്കെ നല്ല അമർന്ന് ഇരുന്നിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കതൊന്ന് സെർവ് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം നമ്മൾ ചട്ടകം വെച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾക്കിപ്പം വലിയ ജോലിയൊന്നുമില്ല, അത് പെട്ടെന്നങ്ങ് കഴിയും. അത് അവിടെ നിന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്ലേറ്റ് എടുത്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. നല്ല പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ കൂടെ അങ്ങ് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.